പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് കല്യാണം എന്ന മഹത്തായ കർമ്മം പേക്കൂത്ത് കർമ്മമായി മാറിയിരിക്കുന്ന കാലമാണിന്ന്. ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന കല്യാണ ചടങ്ങ് 2 ദിവസമായി മാറി, പിന്നെ 3 ദിവസമായി. ഇപ്പോൾ 4ഉം 5ഉം ദിവസം കൂത്താട്ട ആഘോഷമാണ് ഇപ്പോൾ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്നത്. പാട്ടും പാടി ചെണ്ടയും മുട്ടി വലിയൊരു അഭിമാനം എന്ന രീതിയിൽ പുതിയാപ്പിളിനെ കൊണ്ടുപോകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറുപ്പും വെറുപ്പുമാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു അരോചകമായ ഒരു പരിപാടി വേറെ ഉണ്ടാകില്ല എന്ന് കരുതിപ്പോകും. ഇതൊക്കെ ഇവർ എത്ര അഭിമാനത്തോടു കൂടിയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുന്നു. ഇപ്പോൾ കല്യാണ വീട്ടിൽ സ്ത്രീകൾക്കായി ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നുണ്ട്. കല്യാണ തലേ ദിവസം സ്ത്രീകൾക്ക് കളിക്കുവാൻ, ആടി പാടുവാൻ പ്രത്യേകിച്ച് ഒരു സ്റ്റേജ്. ഒരുപാട് കല്യാണ വീട്ടിൽ നമുക്കിത് കാണാനിടയായി. സ്ത്രീകളൊക്കെ പാട്ടും വെച്ച് ആടിപ്പാടി തിമിർക്കുന്ന വീഡിയോകൾ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട്. ഞാൻ ഈ പറയുന്നത് മതപരമായി വിശ്വാസമുള്ള ആളുകളോട് മാത്രമാണ്. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. ഞാനിത് പറയാനുള്ള കാരണം, നമുക്കൊക്കെ ഒരു ചാൻസ് കിട്ടുമ്പോഴേ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. അല്ലാതെ പറയുമ്പോൾ ചോദിക്കും, നിനക്കൊക്കെ ഭ്രാന്തുണ്ടോ എന്ന്. ഇവന്മാരൊക്കെ ആടിപ്പാടി തിമിർക്കുമ്പോൾ കെട്ടിയോനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കെട്ടിയോന് തന്നെ നിലക്ക് നിർത്തിക്കാൻ പറ്റാത്ത സ്ത്രീകളുടെ കാലമാണിത്. എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, ഞങ്ങൾ കാണുന്ന കുറച്ച് പേരെയാണ് പറയുന്നത്. ഇതൊക്കെ കണ്ടിട്ടാണ് നാളെ നമ്മുടെ മക്കൾ പോലും അനുകരിക്കുക. അവരിങ്ങനെ കളിച്ചിട്ടുണ്ടല്ലോ, ഇവരിങ്ങനെ കളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞായിരിക്കും നമ്മുടെ മക്കളും ഇറങ്ങിത്തിരിക്കുക. ഈ ഒരു ആഘോഷത്തിന്റെ വേളയിൽ ഇവർക്ക് സ്വയം ഒന്ന് ഫേമസ് ആകുക എന്ന് മാത്രമല്ലാതെ വേറെ ഒരു ചിന്തയും ഇവരുടെ അടുത്ത് ഉണ്ടാവില്ല. സ്വയം ഒന്ന് ആർമാദിക്കാം, അത്ര തന്നെ. ഇവർക്ക് ഭർത്താവുണ്ടോ, ഇവർക്ക് ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, ഒന്നും ചിന്തയില്ല. ആ ഒരു ആഘോഷം ഇങ്ങനെ ആടി തിമിർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിലതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വീട്ടിലെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കിടെ വൈദ്യുതാഘാതമേറ്റ് ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. ഇത് ആദ്യമായുള്ള സംഭവമൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നടന്നു കഴിഞ്ഞു. മക്കള് ചെറുതാണ്, ബുദ്ധിയില്ലാത്തവരാണ്. അവർ പല അബദ്ധത്തിലും അപകടത്തിലും അബദ്ധങ്ങളിലും ചെന്ന് ചാടാം. ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്, നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളാണ്. അതെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ നമ്മുടെ മക്കൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടു പോവുകയാണ്. ഇതാരോടാ പറയുന്നേ? മക്കളെ ബീച്ചിലും പാർക്കിലും കൊണ്ടുപോകുക, കൈവിടാം. പിന്നെ മക്കൾ അതിൻ്റെ മേലെയും ഇതിൻ്റെ മേലെയും കടലിലും പുഴയിലും പാറക്കെട്ടിനുള്ളിലും എത്ര മക്കളാണ് ഇതുപോലെ അപകടത്തിൽപ്പെട്ടത്. അപകടമുണ്ടെന്നറിഞ്ഞിട്ടും അവിടെ എഴുതി വെച്ചിട്ടും മക്കൾ കയറിപ്പോകുന്നത് ഇവർ കാണുന്നില്ല, പാറക്കെട്ടിന്റെ മുകളിൽ. ഇത് കണ്ടവരാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ഇത് നോക്കിക്കാണാണ് കുഞ്ഞ് അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത്. ഇവിടെ നഷ്ടമായിരിക്കുന്നത് 2.5 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. കല്യാണ തിരക്കിനിടെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കല്യാണ തിരക്കിനിടയിൽ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് തന്നെ ഓർമ്മയില്ലാതായിരിക്കുന്നു.
മാതാപിതാക്കൾക്ക്. അവസാനം മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളത്തെ പത്രത്തിൽ വലിയ കോളത്തിൽ ഒരു വാർത്തയും തീർന്നു, അതിനോടുകൂടി തീർന്നു. ഈ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നത് ദേലമ്പാടി ഗ്വാളിമുഖത്തെ GS മുഹമ്മദ് ഷിംഷാർ മൊഗ്രോലിലെ CH ഫാത്തിമത്ത് അഷ്ഫാന ദമ്പതികളുടെ മകൻ സൈൻ ഇസ്താനാണ് മരണപ്പെട്ടത്. അടുത്ത മാസം 4-ാം തീയതി വീട്ടിൽ നടക്കുന്ന ഷിംഷാറിന്റെ അനുജത്തിയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളിലായിരുന്നു സംഭവം. കളിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്താൻ വീടിന് പുറത്തുള്ള എർത്ത് കമ്പിയിൽ അബദ്ധത്തിൽ പിടിക്കുകയായിരുന്നു. ഈ എർത്ത് കമ്പിയിൽ എങ്ങനെയാണ് ഷോക്ക് വരുന്നത്? ഈ എർത്ത് കമ്പിയിൽ ഷോക്ക് വരികയാണെങ്കിൽ തന്നെ വീട്ടിലെ മതിലിനൊക്കെ ഷോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്, ശ്രദ്ധിക്കണം. എർത്ത് കമ്പിക്ക് ഷോക്ക് ഉണ്ടെങ്കിൽ വീട്ടിലെ ചുമരുകൾക്കൊക്കെ ഷോക്ക് വരാൻ സാധ്യതയുണ്ട്. നനവ് വരുന്ന സ്ഥലത്തൊക്കെ ഷോക്ക് വരും. അതുപോലെ തന്നെ കിണറിന്റെ ഭാഗത്തൊക്കെ ഷോക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ചെറിയ കുട്ടികൾക്കൊക്കെ അത്രേ വേണ്ടൂ. കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ഉപ്പാപ്പ മുഹമ്മദ് ഷാഫി കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തിനും വൈദ്യുതാഘാതമേറ്റു. ഉടൻ തന്നെ വീട്ടിലെ മൈൻ സ്വിച്ച് ഓഫാക്കിയതിന് ശേഷം കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴേക്കും ഇസ്താന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വൈദ്യുതാഘാതമേറ്റ മുഹമ്മദ് ഷാഫിയെ ഉടൻ തന്നെ ചേർക്കളയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇസ്താന്റെ മൃതദേഹം കർണാടകയിലെ പുത്തൂരിലുള്ള സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. വ്ളോഗുകളിലൂടെ പ്രശസ്തരായ ദമ്പതികൾ നേരത്തെ കേരള ടൂറിസത്തെ പരിചയപ്പെടുത്താനും വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കാനും ഇന്ത്യൻ പര്യടനം നടത്തിയും ശ്രദ്ധേയരായിരുന്നു. സൈൻ ഇസ്താനും അന്ന് ഒപ്പമുണ്ടായിരുന്നു. അപ്രതീക്ഷിത ദുരന്തം കുടുംബത്തെയും നാട്ടുകാരെയും ദുഃഖത്തിലാഴ്ത്തി. കഴിഞ്ഞു. ഇനി നാളത്തെ പത്രത്തിൽ വലിയ കോളത്തിൽ വാർത്തകൾ കേൾക്കാം. ഇവിടെ അവസാനിച്ചു, ബന്ധങ്ങൾ അവസാനിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നത്? മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. പടച്ച റബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. റഹ്മുറാഹിമായ റബ്ബെ, ആ കുഞ്ഞിൻ്റെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കാക്കണ റബ്ബെ. നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബെ. ആരോഗ്യം കൊടുക്കണ റബ്ബെ. ഇസ്സത്ത് കൊടുക്കണ റബ്ബെ. റഹ്മത്ത് കൊടുക്കണ റബ്ബെ. സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം നീ അവർക്ക് കൊടുക്കണ റബ്ബെ. പടച്ച റബ്ബെ, ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട് റബ്ബെ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ. അവർക്ക് ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും റഹ്മത്തും ബർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ. പടച്ച റബ്ബെ, ഒരുപാട് പേര് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നീ കൊടുക്കണ റബ്ബെ. ആരോഗ്യമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ. ഒരുപാട് മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബെ. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണ റബ്ബെ. ആ കുഞ്ഞുങ്ങൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബെ. പടച്ച റബ്ബെ, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കൊണ്ടുപോയി മാതാപിതാക്കളെ പരീക്ഷിക്കല്ല റബ്ബെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബെ. ആരോഗ്യവും ബുദ്ധിയും നീ കൊടുക്കണ റബ്ബെ. സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ മക്കളിൽ മേൽ നിന്റെ ഒരു സംരക്ഷണം ഉണ്ടാകണ റബ്ബെ. ചെറിയ മക്കളാണ് റബ്ബെ, അബദ്ധത്തിലും അപകടത്തിലും വന്നുപെടാം റബ്ബെ. നീ തന്നെ അവരെ സംരക്ഷിക്കണ റബ്ബെ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബെ. പടച്ച റബ്ബെ, മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് റബ്ബെ. നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോട് മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് കൂടി ദുആ ചെയ്യിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.